ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് കറിയാണ്. ചീമച്ചേമ്പ് 4 എണ്ണം വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കാനുള്ളത് തേങ്ങ 1 മുറി, ഉള്ളി, പച്ചമുളക്, പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കടുക് വറുക്കാനുള്ള ഉള്ളി അരിഞ്ഞത്, മുളക്, കരിവേപ്പില, എണ്ണ. ഇനി നമുക്ക് ഈ ചീമച്ചേമ്പ് നമുക്ക് നല്ലപോലെ അരിഞ്ഞ് കഴുകി കൊണ്ടുവരാം. നമ്മൾ ചേമ്പ് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ചേമ്പ് അടപ്പിലോട്ട് വെക്കാം. ചീമച്ചേമ്പാണ് ഇത്. നമുക്ക് അടപ്പിലോട്ട് വെക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിക്കാം. പച്ചമുളക് കീറിയില്ല, മുളക് പൊടി ഇടാം. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കാം. ചേമ്പ് അടുപ്പം വെച്ചിട്ടുണ്ട്. ഇത് വേകുമ്പോഴത്തേന് നമുക്കിത് ഈ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. തേങ്ങ 1 മുറിയുണ്ട്, ഉള്ളിയുണ്ട്, ജീരകം ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ മതി. നമുക്കിനി എല്ലാം കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. തേങ്ങ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് ചേമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ചേമ്പ് വെന്തതിനകത്തോട്ട് നമുക്ക് ഈ പുളി പിഴിഞ്ഞൊഴിക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇച്ചിരി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്കിനി ഈ അരപ്പ് ചേർക്കാം. നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇത് അരച്ചത് അങ്ങോട്ട് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇച്ചിരി പച്ചക്കരിവേപ്പില ഇട്ടാലേ നല്ല രുചിയുണ്ട്. അതിനാ പച്ചക്കരിവേപ്പില ഇടുന്നത്. കടുക് വറുക്കാനായിട്ട് എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുക്കുന്ന രുചി. എണ്ണ ചൂടായിട്ടുണ്ട്. അത് അങ്ങോട്ട് ഒഴിക്കാം. ചേമ്പ് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എല്ലാവരും ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് ഏറ്റവും നല്ലതാണ് ചേമ്പ് കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. കാണാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നാളെ ഞങ്ങൾ വേറൊരു ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. ബായ്.